തട്ടിക്കൊണ്ട് പോയിന്നുണ്ട്. കാരണം ശിവൻ ഇവിടെ ഒന്ന് കാണാനല്ലേ. വാ, ടെൻഷൻ ആവുന്നുണ്ട് എനിക്കും ചെറുതായിട്ട്. സംതിങ് ഫിഷി ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഹൈഡ് ആൻഡ് സീക്ക് ആണ്. ശിവ ആണ് തുടങ്ങി വെച്ചത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 5 പേര് കൂടട്ടെ, ഒരാൾ അന്വേഷിക്കണം. ശിവനെ കാണാൻ നോക്കാം. PWC ഫുൾ. നമ്മളിപ്പോ ലിഫ്റ്റിൽ കയറാൻ പോവാണ് ശിവനെ കാണാൻ വേണ്ടിട്ട്. മിണ്ടാണ്ട് വേണം നമ്മൾ പോവാൻ വേണ്ടിട്ട്. നമുക്ക് താഴെ ഇറങ്ങി നോക്കാം അവൾ അവിടെ ഉണ്ടോ നോക്കി. ശിവ തുറക്കുമ്പോ ശിവ ഉണ്ടാവും 4 ഉണ്ടായില്ല. എടാ എനിക്ക് പേടിയോ. ജഗ അത്രക്ക് ധൈര്യം ഒന്നല്ലേ ശിവക്ക്. Something fishy guys. വാ, ഒരു കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ വാ, നമുക്ക് ബെഞ്ചിൽ പോയി നോക്കാം ഗൈസ്. ഗൈസ് ശിവ ഇവിടെ ഇല്ല ഗൈസ്. ഗൈസ് ശിവ ഇവിടെ ഒന്നുമില്ല. വെള്ളം നിറയ്ക്കുന്ന ഗോമുന്റെ റൂമിൽ ഇത്ര നേരം കൊണ്ട് തട്ടിക്കൊണ്ട് പോയിന്നുണ്ട്. കാരണം ശിവൻ ഇവിടെ ഒന്ന് കാണാനല്ലേ. ടെൻഷൻ ആവുന്നുണ്ട് എനിക്കും ചെറുതായിട്ട്. അത് വേറെ ആരോഗ്യമാണ്. ശിവൻ ഇതുവരെ നമുക്ക് കണ്ടുകിട്ടിയിട്ടില്ല. ബാംഗ്ലൂർ പോലീസിനെ അറിയിക്കാം. ചിലപ്പോ അതായിരിക്കും. നമ്മള് പറ്റിക്കപ്പെട്ടു ഗൈസ്. നമ്മുടെ കയ്യില് അപ്പൊ അവൾ അവിടെ ഇരുന്നോട്ടെ. അവിടെ കേട്ടോ ഇപ്പൊ 1ാം ഫ്ലോറിലാണെങ്കിലും പച്ചടോമിനാറ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നിന്ന പ്രശ്നം. പക്ഷെ 5 നിന്ന പോലെ ഫീൽ ചെയ്തില്ലല്ലേ. വീടിന്റെ ഫ്രണ്ടിൽ ആൾക്കാരുണ്ടാവും. സംസാരിച്ചാ മതി. ഓക്കെ ഓക്കെ. എന്തോ പ്രശ്നം ഉണ്ടായതാണ് ശിവ പറയുന്നത്. ശിവയുടെ മോദം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല ഗൈസ്. കരയാറായില്ല ശിവ. എന്താ പ്രശ്നം പറയും. എന്താ പ്രശ്നം പറയും. നിങ്ങൾ എനിക്ക് പണി തരാൻ വേണ്ടി ഇവിടുന്ന് കുറെ ഇത് കുത്തിയിട്ടുണ്ടായില്ലേ. ഞാൻ കുത്തിയിട്ട് 4ാമത്തെ ഫ്ലോറിൽ പോയി ഇറങ്ങി.
അത് കഴിഞ്ഞ് 408 പോയിട്ട് 2-3 വട്ടം കോണിമ്പൻ അടിച്ചു. അപ്പൊ നോക്കിയപ്പോ ചെരുപ്പിന്റെ സ്റ്റാൻഡ് ഒന്നും കാണുന്നില്ല. പേരോ ഞാൻ വരുന്നോട് നിങ്ങൾ അതൊക്കെ എടുത്ത് മാറ്റി എന്നെ ഇതാക്കാൻ വേണ്ടി നിങ്ങൾ കാക്കി വേണ്ടി ഞാൻ നിക്കാം എന്തെങ്കിലും ആവട്ടെ. അടുക്കള ലേറ്റ് അവര് മറ്റേ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എത്തിയോ എന്നിട്ട് കൊളിച്ചിട്ട് മറ്റേ അയിലിക്കൂടെ നോക്കിക്കൊണ്ടിരിക്കാം. ഓ ഞാനെ അടുക്കളൊക്കെ എത്തിച്ച് നോക്കാം. ആൽബി അവിടെ ഒച്ചലുണ്ട് അവിടുന്നോ നിന്നിനുള്ളിട്ട് ഞാൻ എത്തിയേ. ഞാൻ വീണ്ടും മുൻപടിച്ചു കാണില്ല. വീണ്ടും മുൻപടിച്ചു കാണില്ല. ഞാൻ നിക്കാം. 408 പണി മാറി. ഞാൻ എന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഓടി. അത് കഴിഞ്ഞ് ഏതോ ഫ്ലോറിൽ കയറി 608 ഇങ്ങോട്ട് എത്തി. അത് കഴിഞ്ഞ് ഞാൻ നിൽക്കുമ്പോ ഒരു ആന്റി കിടന്നിട്ട് അലർന്നു. അടിയിലത്തെ ഫ്ലോറിൽ കിടന്നു അലർന്നു. ആന്റി എന്തൊക്കെ പറഞ്ഞ് തല്ലിടുന്നു. അതാ എനിക്കറിയണ്ടേ. ഗൈസ് ലിഫ്റ്റ് പോലും ഉപയോഗിക്കാറിയാത്ത ആളാണ്. എന്താ ചെയ്യാ, ലിഫ്റ്റ് പോലും ഉപയോഗിക്കാൻ അതല്ല നമ്പർ കിട്ടണ്ട. നിങ്ങൾ അടിച്ചുവിട്ട് പോയിട്ട് ഞാൻ 408 പിന്നെ നോക്കിയപ്പോ 608. അപ്പൊ ഞാൻ ഇവിടെ കയറി. അത് ഷൂ ഒക്കെ ഒളിപ്പിച്ച് വെച്ചേക്ക മൊത്തം മോഡൽ. അത് 2-3 ഷൂ ഉണ്ട്. അപ്പൊ ഞാൻ സ്കില്ല് തന്നെ ഇതിന്റെ എങ്ങനെ ഇതൊക്കെ മാറ്റി ഞാൻ അങ്ങനെ നിൽക്കാം. ഈ നോക്കുമ്പോ ആരും കണ്ടില്ല ഭാഗ്യത്തിന് ആ വീട്ടിലെ. പക്ഷെ ഇപ്പൊ ഒരു ആന്റി സെക്യൂരിറ്റിയോടാ ആരോടെ സംസാരിക്കുന്നതാ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പോകുമ്പോ പോയി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവരും സെക്യൂരിറ്റിയൊക്കെ പോയി രണ്ടോട്ട് ഞാൻ പിന്നെ കുറെ അടിക്കാൻ എഴുതി വേണ്ടാന്ന് വെച്ചു. ഗൈസ് അങ്ങനെ നമ്മുടെ ശിവാൻ നമുക്ക് തിരിച്ചു കിട്ടി, കണ്ടു കിട്ടിയിരിക്കുന്നു. ടെൻഷനായിട്ട് ഞങ്ങൾ മരിക്കാറായി. കണ്ടു കിട്ടിയപ്പോ കഥയൊക്കെ ആയിട്ട് ഹാപ്പി ആയില്ലേ നിങ്ങള്? ഇതുപോലുള്ള ഇതുകൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരും അടുത്ത ഫൈനൽ ഒരു ആന്റി അലർന്നുണ്ട്. നാളെ രാവിലെ ഇവിടെ എത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. Whatever.